ഹായ് ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പുഴ ചാടുകയാണ് എന്നാണ് പറയുന്നത്. ആദിലൊക്കെ ഉണ്ട് ഇവിടെ. ആദിലൊക്കെ പുറത്തേനി ഖത്തറിൽ പോയി എന്നാണ്. സച്ചൻ പുറത്തേനി. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പുഴ പോവാണ്. അപ്പോൾ നമ്മൾ ഇനി പുഴ പോകണ ഓരോ ദൃശ്യങ്ങളൊക്കെ കാണാം. ഗൈസ്, ആദിൽ ഖത്തറിൽ നിന്ന് വന്നപ്പോൾ ആദിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? നമ്മളെ എന്താണ് ആദിൽ? ബാബാ ഗൈസ്, അതിനാ വരുന്നുണ്ട്. സച്ച, എന്താണ് നമ്മളെ പുഴേൻ്റെ പറ്റി പറയാനുള്ളത്? വെള്ളമൊക്കെ കൂടിയാണ്. നല്ല പുഴയാണ്, നല്ല വൃത്തിയുള്ള. പക്ഷെ ഇടക്ക് കലങ്ങും. ഇപ്പോൾ കലക്കില്ല, അതുകൊണ്ട് നമ്മൾ കുളിക്കാൻ പോവാണ്. പക്ഷെ എന്നാൽ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് നമ്മൾ വണ്ടിയൊന്നും എടുക്കില്ല. പോലീസുകാരൊക്കെ ഉണ്ട് അങ്ങാടിയിൽ. അത് നമ്മൾ നടന്നു പോവാണ്. അതിന് വോട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്ന് പോലീസുകാരൊക്കെ ഉണ്ടാവും. നമ്മൾ പോലീസുകാരൊക്കെ കാണുകയാണെങ്കിൽ കാണിച്ചു തരാം. സെക്യൂരിറ്റി കൂടെ. പോയിന്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മൾ പുഴ ചാടുന്ന ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരുമോ? ജി മറിഞ്ഞു ചാടൂ? ഓ, അതിൽ മറിഞ്ഞു ചാടുന്നാണ് പറയണേ. നമ്മൾ അതിനാനും മറിഞ്ഞു ചാടുന്നാ പറയണേ. അത് ഞാൻ പറഞ്ഞാടോ? അതിനാണ് അതിനെ പറഞ്ഞാടോ? ഓ, അപ്പം ഇനി പോണ ഓരോ നമ്മളെ റോട്ടുകളൊക്കെ വോട്ടിങ്ങിൻ്റെ തിരക്കാണ്. നമ്മളെ റോഡൊക്കെ തിരക്കാണ്, വോട്ടിംഗ് ആയതുകൊണ്ട്. വണ്ടിയൊക്കെയാണ്. നമ്മളങ്ങാടിയത്തെ പാടാണ്. ആണ്ടോണ്ട് അയ്യോ, ഇതാണ് വൈ പോയിൻ്റെ വഴിയാണ്. ഓഫ് റോഡാണ്. കല്ലും മുട്ടും നേർക്ക് പിടിയും ക്യാമറ. വലിയ കിണറുണ്ട്, കാണിച്ചു തരാൻ കഴിയില്ലാന്നുള്ളു. അപ്പം നമ്മൾ പുഴയിലെത്തിന് നീന്തണം. ഓരോ ഇതൊക്കെ കാണിച്ചു തരാം. കലിഞ്ഞ വെള്ളമാണ്. കളിക്കൊക്കെ നമ്മൾ കാണാം. നേർക്ക് കൂടി വെച്ചാ നിങ്ങളതെങ്ങനെ ഇത് നേരത്തെ കാണുന്നത്? ഒഴിക്കില്ല, നല്ല സുഖമായിട്ട് നീന്താം. അതൊക്കെ ഒച്ച വെക്കണം. നമ്മളിനി ഫോണ് സ്പീഡാക്കാണ്, അധികം ലാഗ് വരാതെക്കാണ്. അപ്പം നമ്മൾ സ്പോട്ട് എത്തിയാണ്. ക്യാമറ വെള്ളത്ത് പോയി പൊന്തും അറിയില്ല. പോയിടാ. ആ, ക്യാമറ അത് ആടെത്തി. അടുത്ത് കുട്ടൻ ചാടാൻ പോവാണ്. അത് ഞാൻ ചാടി. അങ്ങനെ തിരിച്ചു. ഹലോ ഗായ്സ്, അപ്പോൾ സജാദ് ഇതാ ചാടിയാണ്. സജാദ് ഫോൺ പിടിക്കാൻ കൈ തോത്താണ്. നമ്മൾ അതിനാനെ കാണിച്ചു തരാം. അതിനാനെ പുഴയിലെ ഫുള്ള് ആൾക്കാരാണ്. അപ്പം നമ്മളെ ടീമുണ്ട്. എന്നെ എടുക്കില്ല. ആയി. അപ്പോൾ എല്ലാം
നമ്മൾ ആഡംബരമായി ചാടൊന്നുമില്ല. അത് നീന്താ ഇഷ്ടമില്ലാത്തല്ലാത്ത ഞാൻ നീന്തൽ കാണിച്ചത്. അപ്പൊ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറെ ആൾക്കാർ പറഞ്ഞു നീന്താ അന്നോ ഗായ്സ് നമ്മളെ ആദില് മീൻ പിടിച്ചാണെന്നൊക്കെ പറഞ്ഞിനി. എവിടെ അമ്മ നോക്കുക. ആദിലേ ഗായ്സ് നമ്മൾ ആദില് മീൻ പിടിച്ചാണ്. ഇങ്ങോട്ട് വാ, അങ്ങോട്ട്. ഗായ്സ് നമ്മൾ ആദില് മീൻ പിടിച്ചാണ് ഇവിടെ. ഗായ്സ് ഇവിടെ മീനില്ല അറിയണേ കഴിഞ്ഞിട്ട്. നമ്മൾ കാണിച്ചു തരാം ആരൊക്കെ ഉണ്ടെന്ന്. ഗായ്സ് നമ്മുടെ അബാനുണ്ടാണ്. ആദിലും അബാനുമാണ് മൈദൊക്കെ ആണെങ്കിൽ സെറ്റാക്കി. ഓര് ഇവിടെ സ്പോട്ട് മാറ്റാൻ പോവാണ്. ഇവിടെ ഒത്ത ചളിവെള്ളമാണ്. അപ്പോൾ നമ്മൾ ഓൾത്തെ വേറെ എവിടെ സ്പോട്ട് ആകുമ്പോൾ നോക്കുക. അബാൻ ഗസാനാണ് നമ്മളപ്പോൾ ഉള്ളത്. അബാനിതാ പോയ മുറിഞ്ഞ് കിടക്കുന്നു. ഇവിടെ നാളില്ല ഗൈസ്. അതാണ് ഇവിടെ അതിനാനിക്കൊക്കെ ഉള്ളത്. അപ്പോൾ അബാനി അബാൻ എന്താണ് പോയതിനെ പറ്റി പറയാനുള്ളത്? നീന്താ സ്വന്തം റിസ്കിലാണ് നിങ്ങൾ വരാറ്റിയ. അബാനൊരു കക്കനെ മുങ്ങിയെടുത്തെന്ന് അറിയണേ. അബാനെ എവിടുന്നടുത്ത് നടുവെന്നാണ് അബാൻ എടുത്തതെന്ന് പറയണേ. അബാണ്ടത്തെ മുങ്ങൽ വിധത്തെ മുനീഷാക്കിൻ്റെ ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ സ്പോട്ട് മീൻ ഓടിച്ച ആ സ്പോട്ട് കാണിച്ചു തരാം. അബാൻ എന്താ പറയാനുള്ളത്? അബാനെ ഇവിടെ മീനില്ലാതാണ്. അമ്മ ഇനി അടത്തിയിട്ട് കാണാം. ഗൈസ് ഇതാണ് നമ്മളെ സ്പോട്ട്. അബാൻ പറഞ്ഞ മീനില്ലേ. അബാനെ മീൻ കിട്ടുമെന്ന് ഇന്നലെ നമ്മൾ പിടിച്ചിനി രാവിലെയും വൈകുന്നേരവും. ഗൈസ് ഇതാ അതിലിതാ ചൂണ്ടൊക്കെ ആയിട്ട് അതിൽ ട്രിക്സ് ആൻഡ് സ്കിൽസാണ്. മീൻ അടിച്ചു കൊണ്ടായിരിക്കുന്നു. മൈദ മീൻ കൊണ്ടുപോയി എന്നാണ് അബാൻ അറിയണേ. നമ്മളെ റിഹാൻ വന്നീനി നമ്മളെ കാർ ഇരിക്കണ വീഡിയോയിലുള്ള മച്ചാൻ. ഗൈസ് അവിടെ ഇരിക്കണ ഗൈസ് നമ്മളെ സന അതാടെ സന. ഗൈസ് ഇതാ ആദ്യമൊന്ന് മീൻ ഇട്ടൂലേ. അത് അറിയണേ ഇവിടെ മീൻ ഇട്ടുന്നാണ്. സ്ട്രൈക്ക് ഉണ്ടോ? ചെറുങ്ങനെ സ്ട്രൈക്ക് ഉണ്ടോ പറയുന്നത്. അബാന് വമ്പ സ്ട്രൈക്കാണ് പറയുന്നത്. നൈസ് തീർപ്പ് വെച്ചാണ് അബാൻ പിടിച്ചണേ. ഒരു കണ്ണാച്ചുട്ടി ഉണ്ട് ഗൈസ് ഇവിടെ. ആ കണ്ണാച്ചുട്ടി പിടിച്ചാ ഓ മീൻ കിട്ടിയിരിക്കുന്നു ഗൈസ്. അബാന് മീൻ അടിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഇതിനെ പറ്റി പറയാനുള്ളത്? ഈ സന്ദർഭത്തെ ഞങ്ങൾ ഇതുവരെ വന്നതിൽ അബാനാണ് ഏറ്റവും വലിയ മീൻ അടിച്ചത്. അബാന മീൻ കാണിച്ചു കൊടുത്താ പെടിയുടെ മീനാണ്. എവിടെ കാണിച്ചു കൊടുക്കി. പെടിയലൊക്കെ ഉണ്ട്. ഫ്രഷ് മീൻ. ഏതാണ് അബാന മീന്? അമ്മായിച്ചിന്റെ തള്ളയാണ് തോന്നുന്നത്. അമ്മ ഷോർക്കാവുന്നതാണ്. അബാന് മീൻ അടിച്ച് സവാന് മീൻ അടിച്ചിട്ടുണ്ട്. അമ്മായിച്ചിന്റെ തള്ളയാണ് അറിയണേ. തൊള്ളൊക്കെ കാണാ. അവനിന്ന് പൊരിച്ചടിച്ചാണുള്ളതാണ് അറിയണേ. പറഞ്ഞോ മീനിതാ. അബാൻ ഗസാനാണ് അടിച്ചിട്ടുള്ളത്. ഇതാ ജീവനുണ്ട്. തൊള്ളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പടിയുന്നു ഗൈസ്. കുറുംജീവനാണ്. അബാന് ജീവനോടെ വേണ്ട പറഞ്ഞ് പൊരിച്ചടിച്ചാനാണ് പറഞ്ഞത്. പിന്നെ അബാന് അടുത്ത മൈദ വയച്ച് സെറ്റാക്കുകയാണ്. അതിലിതാ വിഷമത്തിലാണ് മീൻ കിട്ടാനിട്ട്. സ്ട്രൈക്ക് ഉണ്ട് ഗൈസ്.
അങ്ങ് മാറി നിൽക്കുവേ. അതിലെ മൈദ പോയി. അപ്പം അടിക്കൂലേ? അടിക്കാൻ മതി. ഇവിടെയൊക്കെയാണ് നമ്മൾ മീനിനെ സ്പോട്ട് വരുന്നത്. നമ്മൾ തോട്ടിൽ നിന്ന് വരുന്ന വെള്ളം നേരെ പോയേക്കാണ്. അതാണ് കഴിഞ്ഞ്. പിന്നെ അബാൻ ഗസാണ്ട് ഇവിടെ. അതിലിതാ ചൂണ്ടൊക്കെ റെഡിയാക്കുകയാണ്. ഇതാ നമ്മളെ മീന്. അബാൻ കണ്ണാച്ചൂട്ടീനെ പിടിച്ചാൽ നോക്കിയിട്ട് അമ്മായിച്ചിൻ്റെ തള്ളനെയാണ് കിട്ടിയത്. ഇത് കണ്ണാച്ചൂട്ടി പോയപ്പോൾ ആയത്തൊക്കെ നോക്കിയപ്പോൾ അടിച്ചൊരു അമ്മായിച്ചിൻ്റെ തള്ളയാണ്. അവനിത് അടുത്തിട്ടാണ് കിട്ടുക അറിയില്ല. മൈദ അടിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. മൈദ കൊണ്ടുപോയി. നമ്മളാണ് അപ്പാൻ മീൻ അടിച്ച്. അപ്പാൻ എന്തൊക്കെയാണ് മീൻ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടോ? അപ്പാന് സ്പോട്ട് മാറ്റി അപ്പൻ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. എനിക്കോണ അയക്കോറാണ്. അപ്പൊ പറയണ ഇനി സ്രാവിനെ കിട്ടുന്നാണ്. എന്താ അറിയില്ല. അതിലെന്താണ് പറയാനുള്ളത്?